CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഇ ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതിയാണ് കൂടുതൽ പ്രായോഗികമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. BJP-കാരനാണെങ്കിലും റെയിൽവേ സാങ്കേതിക വിദ്യയുടെ അറിവിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം കുറച്ചു കാണേണ്ടതില്ലെന്നും മുരളീധരൻ ഗുരുവായൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നരേന്ദ്രമോദിക്കും പിണറായി വിജയനും ഒരേ ശബ്ദമാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് നയിക്കുന്ന പദയാത്ര കൂറ്റനാട് സെന്ററിൽ ഷാഫി ഉദ്ഘാടനം ചെയ്തു. വരൾച്ച രൂക്ഷമാകുന്നു. വെള്ളമില്ലാതെ നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങുന്നു. പെരുമ്പിലാവ് പൂയംകുളം പാടശേഖരത്തിൽ കൃഷിയിറക്കിയ കിഴക്കേക്കരഞ്ഞാലിൽ സുജാതയുടെ ഒരേക്കർ കതിരിട്ട നെൽകൃഷിയാണ് പൂർണ്ണമായും നശിച്ചത്. മിത്രഭാവനയുള്ള ശത്രുക്കളാണ് തൃശൂർ ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ തിരിച്ചടിക്ക് കാരണമെന്ന് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ പറഞ്ഞു. മുൻ MLA-യും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന വി ബലറാമിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള പുരസ്കാരം മാത്യു കുഴൽനാടൻ MLA-ക്ക് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാവിലക്കാട് ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് മാറ്റുകൂട്ടി ഗംഭീര വെടിക്കെട്ട്. നിയന്ത്രണങ്ങളുടെ പേരിൽ വർഷങ്ങളായി കുന്നംകുളം മേഖലയിലെ ഉത്സവങ്ങളിൽ നിന്ന് അകന്നുനിന്ന വെടിക്കെട്ട് തിരിച്ചെത്തിയപ്പോൾ പൂരപ്രേമികൾക്ക് ആവേശക്കാഴ്ചയായി. പ്രസിദ്ധമായ പന്തല്ലൂർ പൂരത്തിനും വെടിക്കെട്ടിനുള്ള അനുമതി ലഭിച്ചു. 8 വർഷത്തിനു ശേഷമാണ് പന്തല്ലൂരിൽ കരിമരുന്ന് പ്രയോഗം നടക്കാൻ പോകുന്നത്. ഞായറാഴ്ച പകൽ പൂരത്തിനു ശേഷം വൈകിട്ട് 7:30 വെടിക്കെട്ട് നടക്കുക. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ചിറമനങ്ങാട് സെന്ററിൽ വർഗീയ വിരുദ്ധ ക്യാമ്പയിൻ നടത്തി. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഭീമ ഏകാദശി ആഘോഷം ദ്വാദശി വേലവരവോടെ സമാപിച്ചു. എയ്യാലിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഘത്തിലെ ഒരാളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. അക്കിക്കാവ് കരിക്കാട് സ്വദേശിയും കടങ്ങോട് പ്രദേശത്തെ താമസക്കാരനുമായ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയാണ് അറസ്റ്റിലായത്. സാൻതോം ചർച്ച് ചൂണ്ടൽ ഉണ്ണീശോ തീർത്ഥകേന്ദ്രത്തിൽ സംയുക്ത തിരുനാളിന് തുടക്കമായി. ഉണ്ണീശോയുടെയും പരിശുദ്ധ കന്യകാമാതാവിന്റെയും വിശുദ്ധ യൗസേപിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ തോമാശ്ലേഹായുടെയും സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായാണ് ഇടവകയിൽ ആഘോഷിക്കുന്നത്. പഴഞ്ഞി ചെറുതുരുത്തി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കുരിശുപള്ളിയുടെ കൂദാശ ഞായറാഴ്ച വൈകിട്ട് നടക്കും. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലിന് അർഹനായ ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണനെ ഗുരുവായൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശം ആദരിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ 29ാമത് വാർഷികാഘോഷം വർണ്ണാഭമായി. ഗുരുവായൂരിൽ ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി 101-അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. മമ്മിയൂർ സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡലിന് അർഹനായ ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണനെ അനുമോദിച്ചു. വൈലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ 101-ാം വാർഷികം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ അമല ആശുപത്രിയുമായി സഹകരിച്ച് കോളേജിൽ രക്തദാന ക്യാമ്പ് നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, Facebook പേജ്, YouTube എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.